നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനുമായി ആരെങ്കിലും പോരിനിറങ്ങുമ്പോൾ ഒരു വശത്ത് പലപ്പോഴും ഗവർണർ കളന്നിറക്കും. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ഗവർണർക്കൊരു വിനോദമാണ് ഈ പിണറായിയെ ഇട്ടൊന്ന് കളിപ്പിക്കാൻ. ഏറ്റവും ഒടുവിലിത മലപ്പുറം വിവാദത്തിൽ പിണറായിയെ എരിപൊരി കൊള്ളിക്കുകയാണ് ഗവർണർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖം അതേറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. മലപ്പുറം കള്ളക്കടത്തുകാരുടെയും ഹവാല പണക്കാരുടെയും നാടാണ് എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞുവെന്നായിരുന്നു ആദ്യം അഭിമുഖത്തിൽ വെണ്ടയ്ക്ക അക്ഷരങ്ങൾ നിറഞ്ഞത്. ഇവരൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതും എന്ന് ഹിന്ദു എഴുതി. എന്നാൽ അത് ഒറിജിനൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പിന്നീടൊരു വിശദീകരണം. ഒരു PR ഏജൻസി നൽകിയ കുറിപ്പായിരുന്നു അതെന്നായിരുന്നു ഹിന്ദുവിൻ്റെ വിശദീകരണം. എന്നാൽ PR ഏജൻസിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒന്നാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് തെളിയിച്ചു കൊടുത്തു. അതിനിടയ്ക്കാണ് ഗവർണറുടെ ഒരു മാസ് ഇടപെടൽ. വിവാദമായ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ കളത്തിലിറങ്ങിയത്. ഈ വിഷയത്തിൽ DGPയും ചീഫ് സെക്രട്ടറിയും ഇന്നു വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണം എന്ന ഉത്തരവായിരുന്നു ഗവർണർ പുറപ്പെടുവിച്ചത്. സംഗതിയിലെ അപകടം പിണറായി വിജയൻ മണത്തറിഞ്ഞു. DGPയും ചീഫ് സെക്രട്ടറിയുമൊക്കെ രാജ്ഭവനിലെത്തി എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം കൊടുത്താൽ അതിരട്ടിപ്പണിയാകും. സംഭവം ദേശവിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് കഴിയും. മലപ്പുറം സ്വർണ്ണക്കടത്തും ഹവാല കേസുകളുമൊക്കെ നിറഞ്ഞ ഒരിടമാണ് എന്ന തലത്തിൽ പിന്നീട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത നിറഞ്ഞു. ഇടതുപക്ഷ സ്വതന്ത്ര MLA KT ജലീൽ ഇത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. നിരവധി അഭിമുഖങ്ങളും നൽകി. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മിക്കവരും കള്ളക്കടത്തുകാരാണ് എന്ന തരത്തിലായിരുന്നു ജലീലിന്റെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വന്നതിന് പിന്നാലെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ വിശദമായി അറിയിച്ചില്ല എന്ന് ഗവർണർ ചോദിച്ചിരുന്നു സർക്കാരിനോട്. 2 വിഷയങ്ങളിലും വിശദമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ നൽകിയില്ല. ഇതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറിയോടും DGPയോടും നേരിട്ട് രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണർ തന്നെയാണ്. അതുകൊണ്ട് DGPയെയും ചീഫ് സെക്രട്ടറിയെയും ഒക്കെ രാജ്ഭവനിൽ വിളിപ്പിച്ചു വരുത്താൻ തനിക്ക് അധികാരമുണ്ട് എന്ന് ഗവർണർ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോഴിതാ പിണറായി വിജയൻ ഒരു വിചിത്ര മറുപടി ഗവർണർക്ക് നൽകി. അതാണിപ്പോൾ പുതിയ പുലിവാല് പിടിച്ചിരിക്കുന്നത്. സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്ന കുറിപ്പാണ് പിണറായി വിജയൻ രാജ്ഭവനിലെത്തിച്ചത്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൂടുതൽ വിശദീകരണം നൽകാനായിരുന്നു ഇരുവരോടും രാജ്ഭവനിലെത്താൻ ആവശ്യപ്പെട്ടത്. ഇതിനെക്കുറിച്ച് മറുപടിയുണ്ട് മുഖ്യമന്ത്രിയുടെ കത്തിൽ. ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് മലപ്പുറത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെ PR ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകിയതെന്നായിരുന്നു ദ ഹിന്ദുവിൻ്റെ വിശദീകരണം. എന്നാൽ മുമ്പ് വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് രാജ്ഭവൻ കണ്ടെത്തിയിരുന്നു. ദേശവിരുദ്ധർ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു രാജ്ഭവൻ ആവശ്യപ്പെട്ടത്. ദേശവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ നടത്തിയിട്ടും എന്തുകൊണ്ട് ഭരണത്തലവനെ അറിയിച്ചില്ല? മുഖ്യമന്ത്രി കത്തയച്ച സ്ഥിതിക്ക് എന്തായാലും രാജ്ഭവനിലേക്ക് ചീഫ് സെക്രട്ടറിയും DGPയും ഇന്ന് കടന്നു ചെല്ലില്ല. അത് കൂടുതൽ പുലിവാലുകൾക്ക് തുടക്കമിടും. എങ്ങനെ ഗവർണർ തിരിച്ചടിക്കുമെന്ന് സർക്കാർ ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നേരെ മലപ്പുറത്തേക്ക് അയക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്ര പെട്ടെന്നൊന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന വ്യക്തിയല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻപ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുട്ടിൽ വീഴിച്ചിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ഇതേ ഗവർണർ. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ കത്തിലൊന്നും ഗവർണർ പരിഭ്രമിക്കില്ല. മലപ്പുറം ഇപ്പോൾ മൊത്തത്തിൽ തിരിഞ്ഞുകൊത്തുകയാണ് CPMനെയും പിണറായി വിജയനെയും ഒക്കെ. ഒടുവിൽ അണികൾ കൂട്ടത്തോടെ ഒലിച്ചു പോകുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ വിശദീകരണ യോഗവുമായി LDF മലപ്പുറത്ത് കളത്തിലിറങ്ങി. അതാവട്ടെ കൂടുതൽ പുലിവാല് പാർട്ടിക്ക് സമ്മാനിക്കുന്നു. കേരളം മോശമാണെന്ന് പറയാൻ കുറെ ആളുകളെ കോല് കൊടുത്തു നിർത്തിയിട്ടുണ്ട് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ നിലമ്പൂർ ചന്തക്കുന്നിൽ PV അൻവറിനെതിരെ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ആഞ്ഞടിച്ചു. അതിനു പിന്നാലെ വിജയരാഘവൻ പറഞ്ഞ വാക്കുകളൊക്കെ CPMനെ തിരിഞ്ഞുകുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു എതിരാളിയെ കിട്ടിയെന്ന മട്ടിലാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. അൻവറിനെയും മാധ്യമങ്ങളെയും പരിഹസിക്കാൻ ശ്രമിച്ച വിജയരാഘവന് നേർക്ക് ഇന്ന് സോഷ്യൽ മീഡിയയും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു.
ഇത്രയും കാലം അൻവറിനെ ഈ കെട്ടഴിച്ചു വിട്ടത് ആരാണ്? ശത്രുക്കളെയൊക്കെ കടിക്കാനായി അൻവറിനെ നിങ്ങൾ തീറ്റ കൊടുത്തു വളർത്തി. എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകുത്തുമ്പോൾ അൻവറിനെതിരെ വിശദീകരണ യോഗം. ഇന്നലെ വിജയരാഘവൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്ക് നിർമ്മാണം മാധ്യമങ്ങളൊക്കെ മറന്നോ എന്നാണ് വിജയരാഘവൻ ചോദിച്ചത്. അതുതന്നെയാണ് സോഷ്യൽ മീഡിയ തിരിച്ച് വിജയരാഘവനോട് ചോദിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി എന്തുകൊണ്ടാണ് CPM ആ പാർക്ക് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ മറന്നുപോയത്? കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ അൻവറാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞില്ലേ എന്നാണ് വിജയരാഘവന്റെ ചോദ്യം. എന്നിട്ടും ഭരിക്കുന്ന സർക്കാരിന് ഇത് മനസ്സിലായില്ലേ എന്ന് സോഷ്യൽ മീഡിയ. സർക്കാരിനെതിരെ മോശം പറയാൻ മാധ്യമപ്രവർത്തകരെ ശമ്പളം കൊടുത്തു നിർത്തിയിട്ടുണ്ട് അൻവർ എന്നൊക്കെ വിജയരാഘവൻ വിശദീകരിച്ചു. ഇപ്പോൾ വീട്ടിലെ കോഴി കൂവുന്നതിന് മുൻപ് മാധ്യമങ്ങൾ അൻവറിന്റെ ഒതായിയിലെ വീട്ടിലെത്തും. അൻവറിന്റെ സുഭാഷിതങ്ങൾ രാവിലെ മുതൽ മാധ്യമങ്ങൾ നൽകുന്നു. നല്ല വസ്ത്രം ധരിക്കുന്ന മാധ്യമപ്രവർത്തകർ കൂടുതൽ കള്ളം പറയുന്നവരാണ് എന്ന് വിജയരാഘവൻ പറയുന്നു. നല്ല ഷർട്ടും പാൻറ്റും ലിപ്സ്റ്റിക്കുമൊക്കെ ഇട്ട് വരുന്നവരെ സൂക്ഷിക്കണം. മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ് വിജയരാഘവൻ. നല്ല ഷർട്ടും പാൻറ്റും ലിപ്സ്റ്റിക്കുമൊക്കെ ഇട്ട് വരുന്നവരെ സൂക്ഷിക്കണമെന്ന് വിജയരാഘവൻ പറഞ്ഞ വാക്കുകൾ പാർട്ടിക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുന്നു. പിണറായി വിജയൻ വിദേശയാത്ര നടത്തുമ്പോൾ നല്ല സ്യൂട്ടും കോട്ടുമൊക്കെ ഇട്ട് ഇറങ്ങി നടക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് ചിലർ പറയുന്നു പിണറായി വിജയനെ തന്നെ സൂക്ഷിക്കണമെന്ന്. മലപ്പുറം എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ലത്രേ. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പറയരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മലപ്പുറം എന്ന് പറയരുതെന്ന് പറയുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനം, കള്ളക്കടത്ത്, കുഴൽപ്പണം, മണലടിക്കുക ഇതെല്ലാം നടത്തണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സർക്കാരിനെ ദുർബലപ്പെടുത്താൻ RSS അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. എന്തായാലും വിജയരാഘവൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുന്നു. ഇന്നലകളിൽ ഈ കൊള്ളയ്ക്കും കള്ളക്കടത്തിനുമൊക്കെ അൻവറാണ് നേതൃത്വം നൽകിയതെങ്കിൽ എന്തിനാണ് പിന്നെ അൻവറിനെ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചത്? എന്തിനാണ് ശത്രുക്കളെ കടിക്കാനായി അൻവറിനെ ഇങ്ങനെ തൊടലൂരി വിട്ടത്? ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. ഈ ചെങ്കൊടി തൊട്ട് അൻവർ കളിക്കേണ്ട എന്ന് ശക്തമായ ഭാഷയിലാണ് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ തട്ടിയത്. അൻവറിനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങിയാൽ പിന്നെ വകവെച്ച് തരില്ല. നിലമ്പൂരിലെ വികസനങ്ങൾ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടക്കുമ്പോഴും അൻവറിനെ സംരക്ഷിച്ചത് നിലമ്പൂരിലെ സാധാരണക്കാരായ സഖാക്കളാണ്. ഇതൊക്കെ സഖാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് അൻവറിനെതിരെ മാധ്യമങ്ങൾ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എന്തെല്ലാം തോന്നിവാസങ്ങളായിരുന്നു ഈ ഭരണകൂടവും പോലീസും ഒക്കെ നടത്തിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഏഷ്യാനെറ്റിനെതിരെ എടുത്ത കള്ളക്കേസ് നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തായാലും ഇത്രയും കാലം അൻവറിനെ പിന്തുണച്ച് നടന്നിരുന്ന നാടക സിനിമാ നടി നിലമ്പൂർ ആയിഷയെയും ഇന്നലെ യോഗത്തിൽ പങ്കെടുപ്പിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസൊക്കെ തകർത്തുവാരിയ പ്രസംഗങ്ങളാണ് ഇന്നലെ നടത്തിയത്. ഇവരൊക്കെ സംസാരിച്ചത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം, അൻവർ ഇത്ര വലിയ മാഫിയ തലവനായിരുന്നോ? തറക്കളികൾ ഇനിയും തുടരുമെന്നാണ് PV അൻവറിന്റെ മുന്നറിയിപ്പ്. തലസ്ഥാനത്തെത്തിയിട്ടും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ PV അൻവർ ഇപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നു. നിയമസഭയിൽ തനിക്ക് പ്രത്യേക സീറ്റ് അനുവദിക്കണമെന്നതാണ് അൻവറിന്റെ ആവശ്യം. താൻ ഭരണപക്ഷത്തിൻ്റെ കൂടെയോ പ്രതിപക്ഷത്തിൻ്റെ കൂടെയോ ഇരിക്കില്ല. സ്വതന്ത്ര ബ്ലോക്ക് എന്നൊരു സംവിധാനമുണ്ടാക്കി തന്നെ അവിടെ ഒറ്റയ്ക്കിരുത്തണം പോലും. നാളെ ജീവനുണ്ടെങ്കിൽ നിയമസഭയിൽ പോകും. പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല എന്ന് സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. ഇനി സീറ്റ് തരാതിരിക്കാനാണ് ശ്രമമെങ്കിൽ തറയിലിരിക്കാനാണ് തൻ്റെ തീരുമാനം. ഏത് തറക്കളിയും താൻ കളിക്കുമെന്നാണ് PV അൻവർ. എന്തായാലും അൻവറിൻ്റെ പാർട്ടിയും തറക്കളിയും ഒക്കെ CPMന് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തം. അതിലപ്പുറം ഗവർണർ കൂടി കളത്തിലിറങ്ങി പിണറായി വിജയനെ ഇച്ഛ വരപ്പിക്കുമോ എന്ന് CPM ഭയപ്പെടുന്നു. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.